അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിന്റെ 20 വാക്യം. പ്രവൃത്തി 27:20. ഷൂഡബാലറബനഹർവശോ. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടും ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മറ്റുപോയി. ആമേ. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അച്ചുപോയി. ഹല്ലേലൂയ. ആമേ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഞാൻ ദൈവദാസന്റെ വായന കേട്ടൊരു ദൈവശബ്ദം പോലെ കേട്ടൊരു വാക്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ ഇതിവിടെ സംസാരിക്കാൻ വിചാരിച്ചാലേ എന്തായിരിക്കും പൗലോസിന്റെ ആശ അറ്റുപോകാൻ കാരണം? എന്തായിരിക്കും തറമസ്റ്റേ? എന്തായിരിക്കും? ഇവിടെ പറഞ്ഞ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെ കാണാതെയും വല്ലാതെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുന്ന ആശയമൊക്കെ ആയിട്ട് നമുക്കറിയാം. വളരെ നാളായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നില്ല കാലയില്. കാരണം കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടാണ്, സൂര്യനെ കാണുന്നില്ല, നക്ഷത്രങ്ങളെ കാണുന്ന. ഇതൊക്കെ ആയിരിക്കും പൗലോസിന്റെ ആശ നശിച്ചു പോകാനുള്ള കാരണം ആണോ? കാലയില് വളരെ നാളായിട്ട് സൂര്യനോ നക്ഷത്രത്തെ കാണാത്ത ഇരുട്ടാണ്, കണ്ണിനകത്ത് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല ഹാലയില്. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ ആശ ആദ്യമേ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോ 3 ദിവസം കണ്ണ് കാണാതിരുന്നപ്പോ പോകണമായിരുന്നു. ഇരുട്ടത്ത് തപ്പി നടന്ന സമയത്ത് പോകണമായിരുന്നു. അവിടെ പറയുന്നേ 3 ദിവസം ഹാല തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഹാലയില് ഇരുന്നാണ്. അപ്പൊ തിന്നുകയും കുടിക്കാതെ ഇരിക്കുന്ന പൗലോസിന് ആദ്യമായിട്ടല്ല ഹാലയിൽ. അപ്പൊ പറയിച്ച് കുറച്ച് നാളുകളെ അത് 3 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ചോദിക്കും ഹാലേ. അങ്ങനെയാണ് നമുക്ക് പിന്നെ അറിയാം. അറബി നാട്ടിലേക്ക് പോയി, മരുഭൂമിയിലേക്ക് പോയി, പല സ്ഥലത്തേക്ക് പോയതിനെ കുറിച്ച് ചെയ്തിട്ട് അവിടെയൊക്കെ. അപ്പം പൗലോസിന്റെ വിഷയം കണ്ണ് കാണാത്തതല്ല, സൂര്യൻ ഇല്ലാത്തതല്ല, ചന്ദ്രൻ ഇല്ലാത്തതല്ല, ഭക്ഷണം കഴിക്കാത്തതല്ല, പിന്നെ എന്താണ് ആശയൊക്കെ എൻ്റെ ഹാല ഇതിപ്പം തടവിലല്ലേ, കപ്പലിലല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ ഹാലയിൽ നമ്മൾ പൗലോസിനെ കുറിച്ച് വായിക്കാൻ പഠിക്കുന്ന ഹാലയെ 19 അധ്യായത്തിനാണെന്ന് തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തി 19:21 വായിച്ച്. 19:21. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മെക്കദോനിയയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തിയോസ്, എരസ്തോസ് എന്ന 2 പേരെ മെക്കദോനിയയിലേക്ക് അയച്ചിട്ട് താൻ കുറെ കാലം മാസിയിൽ താമസിച്ചു. പൗലോസ് ഇപ്പം നമുക്കറിയാം റോമിലേക്കുള്ള യാത്രയിലാണെന്നറിയാം അല്ലേ? ഹാലില്ല. പൗലോസിന്റെ ഉള്ളിലേക്ക് ഈ ആഗ്രഹം വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ഹാലില്ല ഇപ്പൊ വായിച്ച 19 അധ്യായത്തിലെ 21 വാക്യം നമ്മൾ വായിച്ചെടുത്ത് പൗലോസിന് എന്താ യെരുശലേമിലേക്കും പോകണം, എന്നിട്ട് യെരുശലേമിലേക്ക് പോകണം എന്ന് മനസ്സ് വെച്ച് ഞാൻ അവിടെ ചെന്ന് റോമയിൽ കാണണമെന്ന് പറഞ്ഞു ഹാല. അപ്പം പൗലോസിന്റെ ആഗ്രഹം ഒന്ന് യെരുശലേമിലേക്ക് പോകണം, ഒന്ന് റോമും കാണണം. പക്ഷേ പൗലോസിന് ആഗ്രഹം വന്നെങ്കിലും പൗലോസ് പക്ഷേ അവിടെ നമ്മൾ ആസിയയിൽ തന്നെ താമസിച്ചു. കാരണം നമ്മുടെ എല്ലാ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ വരും, പക്ഷെ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് ഇളകാനായിട്ട് റെഡി ആകത്തില്ല എന്നപോലെ പൗലോസ് അവിടെ തന്നെ താമസിക്കണം. പക്ഷെ അവിടെ പെട്ടെന്ന് നമ്മൾ 22, 23 അധ്യായം വായിക്കുമ്പോൾ ഈ മാർഗത്തെ ചൊല്ലി ഒരു കലഹം ഉണ്ടാകുക അല്ലെ. എന്ന് വെച്ചാൽ പൗലോസിന്റെ ആഗ്രഹം വന്നപ്പം പൗലോസിനെ അവിടെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി അവിടെ നടക്കുകയാണ് ഹാലേലൂയ. അപ്പം പൗലോസ് അവിടെ നിന്ന് പുറപ്പെടുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഹാലേലൂയ അവിടെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. 19 അധ്യായത്തിലെ പ്രശ്നങ്ങൾ 21 അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 10, 11 വാക്യം ഒന്ന് വായിച്ചു. 21-ന്റെ 19. 10, 11 അവർ അവരെ വന്ദനിച്ചു. അല്ല, ഞങ്ങൾ അവിടെ 21-ന്റെ 10, 11 ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെ അവര് ഹാലേലിയ അവിടുന്ന് പുറപ്പെട്ട്
അവര് മറ്റൊരു സ്ഥലത്തേക്ക് അവര് എത്തിക്കഴിഞ്ഞിട്ട് സഹോദരന്മാരുമായി ഒന്നിച്ചു കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രവാചകൻ വന്നിട്ട് പൗലോസിന്റെ അരക്കച്ചി എടുത്ത് കൈയും കാലൊക്കെ കെട്ടിയിട്ട് കാണിച്ചിട്ട് പറയും, ഇതുപോലെ ഇതിന്റെ ഉടമസ്ഥന് ഹാലേലി അവര് കിട്ടും. ഹാലേലി അവിടെ ചെന്ന് കഴിഞ്ഞാല് അവരിതുപോലെ കെട്ടി യഹൂദന്മാർ അവിടെ ചെന്ന് ആ കെട്ടിയിട്ട് തടവറയിൽ ആക്കുക. അപ്പം പൗലോസ് തടവറയിൽ ആകുമെന്ന് പൗലോസ് അറിയാണ്ട് പോയതല്ല. ഹാലേലൂയ. അപ്പൊ പക്ഷെ പൗലോസ് അതിനെ ഒന്നും വകവെക്കുന്നില്ല. അവിടെ പൗലോസ് പറയുന്ന മറുപടി കർത്താവ് യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേം മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ഉത്തരം പറഞ്ഞു. ഹാലേ. എന്നിട്ട് അവനെ സമ്മതിപ്പിച്ചു കൂടായെങ്കിൽ കർത്താവിന് ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിന്. അപ്പം ആ ബന്ധിക്കപ്പെടാനല്ല, മരിക്കാൻ പോലെ ഞാൻ റെഡിയാന്ന് പറഞ്ഞ മനുഷ്യനെ മറ്റൊന്നിനെയും നിരാശപ്പെടുത്താൻ കഴിയത്തില്ല. നമുക്കറിയാം. ഹാലേലൂയ. അവിടെ നിന്ന് പുറപ്പെട്ടു പോന്ന് 21-ാം അധ്യായത്തിൽ തന്നെ തടവിലാകുന്നു. അവിടെ നമ്മൾ വായിച്ച് 27-ാം അധ്യായത്തിൽ വരെ പൗലോസ് തടവിൽ തന്നെയാണ്. മാറി മാറി കോടതിയിൽ വിസ്തരിക്കുന്നു. ഹാലേലൂയ. മാറി മാറി പലരും അവസാനം കൈസരെ അഭയം ചൊല്ലുന്നതും അവിടേക്ക് റോമിലേക്ക് പോകുന്ന യാത്രയുമാണ് നമ്മൾ ഈ കാണുന്നത്. ഹാലേലൂയ. പൗലോസ് അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൗലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 24 തുടങ്ങി 28 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, 2 കൊരിന്ത്യർ അത് 2 കൊരിന്ത്യർ 11-ന്റെ 24 തുടങ്ങി 28 വാക്യം. ഓക്കെ. യഹൂദരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ട് 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ട ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഹാലേലൂയയുടെ പൗലോസ് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് മനസ്സിലാകും നമുക്ക്. അപ്പൊ പട്ടിണിയോ ഉപദ്രവമോ ഒന്നും പൗലോസിനെ തളർത്തിയില്ല. റോമാലേഖനം 8-ാം അധ്യായം 38-39 വാക്യത്തിൽ പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്. ഹാലേലൂയ. റോമർ 8-ന്റെ 38-39. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉയരത്തിനോ ആഴത്തിനോ ഇനി വരുവാനുള്ളതിനോ ദൂതന്മാർക്ക് ഒന്നിനും കർത്താവ് യേശുക്രിസ്തുമായുള്ള സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ ഇവിടെ ആശയൊക്കെ പോയി എന്ന് പറയുന്നത്. ഹാലേലൂയ. എന്തായിരിക്കും കാരണം? അതിനുമുമ്പ് നമുക്ക് 27-ാം അധ്യായത്തിന്റെ തന്നെ 10-ാം വാക്യത്തിൽ പൗലോസ് ഒന്നുകൊണ്ട് പറയുന്നുണ്ട്, പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലും അത് നമ്മുടെ പ്രാണങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു. അവിടെയും പറയുന്നത് പ്രാണനും കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് തന്നെയാ പറയുന്നത്. ഹാലേലൂയ. ഇവിടെ പറയുന്ന ഹാലേലൂയ പൗലോസിന്റെ ആശയൊക്കെ പോയി എന്ന്. ഹാലേ. എന്തായിരിക്കും അതിന് കാരണം? ഹാലേലൂയ. ഇത്രയും പറഞ്ഞെടുത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഇതൊന്നും അല്ല കാരണം. പൗലോസിന് ആശ പോകാനുള്ള കാരണം എന്താണെന്ന് അടുത്ത വാക്യങ്ങൾ വായിക്കും നമുക്ക് വരും. എങ്കിലും 22-ാം വാക്യം പറയുന്നത്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണഹാനി വരികയില്ല. 10-ാം വാക്യത്തിൽ പറഞ്ഞ് കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണന് ഹാനി വരും എന്ന് പറഞ്ഞു. ആശ പോയി പോകുന്ന മനുഷ്യൻ അടുത്തൊരു വാക്യത്തിലേക്ക് എത്തിയ പറയുന്നു, കപ്പലിനല്ല നമ്മുടെ പ്രാണന് ആർക്കും ഹാനി വരത്തില്ല. കാരണം എന്താണെന്നറിയോ? ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കൽ നിന്നു, പൗലോസെ ഭയപ്പെടേണ്ട, നീ കൈസർ മുമ്പ് നിൽക്കേണ്ടതെന്ന് നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നതിനൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ, എന്നോട് അരുളി ചെയ്തപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹാലേലൂയ. അപ്പൊ ഇത്രയും ദിവസം പൗലോസിന്റെ ആശ പോയത് സൂര്യനെ കാണാത്തത് കൊണ്ടോ ചന്ദ്രനെ കാണാത്തത് കൊണ്ടോ പട്ടിണി കിടന്നത് കൊണ്ടോ തടവറലായതുകൊണ്ടോ ഒന്നുമല്ല. പൗലോസ് ദൈവശബ്ദം കേൾക്കാത്തോണ്ട് പൗലോസ്
പൗലോസിന് ദൈവത്തിന്റെ ശബ്ദം വരാത്തോണ്ട് പൗലോസ് ആശയൊക്കെ പോയി. ഹല്ലേലൂയ. നമ്മളൊക്കെ ഇതേപോലുള്ള സാഹചര്യത്തിൽ കൂടെ പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം ഇടപെടും, ആരുടെ കാര്യം ചോദിച്ചാലും ദൈവം സംസാരിക്കും, ദർശനങ്ങളും വെളിപ്പാടുകളും ഹല്ലേലൂയ പ്രവചനവും എല്ലാം തരുന്നുണ്ട്. പക്ഷേ എങ്കില് എന്റെ വിഷയം മാത്രം ചെയ്ത് ദൈവം മൗനമാ. ദൈവ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് നമ്മുടെ ആശയൊക്കെ പോയി. ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ നിമിഷം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റപ്പെടുന്നതോ നമ്മളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നതോ ഒന്നുമല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കൂടെ ആരുമില്ല, നമ്മളവിടെ സഹായിക്കാൻ ആരുമില്ല, നമ്മൾ ആമി ഭയങ്കര വിഷമത്തിലും പ്രയാസത്തിലൊക്കെ ഇരിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ദൈവ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ, നമ്മളോട് ദൈവം ഒരു വാക്ക് വിഷമിക്കേണ്ട അല്ലെങ്കിൽ ഒരു വാക്കിലൂടെ നമ്മളോട് ഇടപെടുമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബലപ്പെട്ടവരായിരിക്കും. പക്ഷേ ദൈവ ശബ്ദം നമ്മളുടെ നേരെ ഇല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു സാഹചര്യത്തിലിടും, പ്രത്യേകിച്ചും നമ്മളൊരു ഭാരത്തിലോ ഒരു പ്രയാസത്തിലോ ഒരു സാഹചര്യത്തിലാകുമ്പോൾ ദൈവമേ ഇനി എന്ത് എന്ന് ചോദിക്കാനായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വലിയ സങ്കടവും നമ്മുടെ ആശയെല്ലാം പോയി പോകും. എന്ന് വെച്ചാൽ നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്തും. ദൈവശബ്ദം. കാരണം ഒരു ഭക്തന് ഒരു ദൈവത്തിന്റെ പൈതലിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മുടെ ശക്തീകരിക്കുന്ന ദൈവശബ്ദമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സങ്കടത്തോടെ പ്രയാസത്തോടെ ഒക്കെ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിലോ എവിടെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുമ്പോൾ ഏതെങ്കിലും ദൈവദാസൻ തലയെ കൈവച്ചിട്ട് ഒരു ദൂത് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബലപ്പെടുന്നുണ്ട് കാര്യം. അത് ചിലപ്പോൾ ഇപ്പൊ അങ്ങ് സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ അത് കേൾക്കുമ്പം തന്നെ നമ്മൾ ആത്മാവിൽ ബലപ്പെടുന്നതിന്റെ കാര്യം, നമ്മുടെ പ്രയാസങ്ങളൊക്കെ എവിടെയൊക്കെ പോയതുപോലെ സന്തോഷത്തോടെ നമ്മൾ മടങ്ങി വരുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ദൈവശബ്ദം ഇല്ലാതെ മുൻപോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ പൗലോസിനെ തളർത്തിയത് മറ്റൊന്നുമല്ല, പൗലോസിന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തതാണ് പൗലോസിനെ വിഷമിപ്പിച്ചത്. ഇത് കേട്ടതുകൊണ്ട് പൗലോസ് ഉഷാറായി. അവരുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ ആശ്വസിപ്പിക്കണം, എന്നിട്ട് പറയാണ് നമ്മുടെ ആരുടെയും പ്രാണന് ഹാനിയൊന്നും വരുത്തില്ല. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോ കൊടുങ്കാറ്റ് ആഞ്ഞ വീശുന്നു. കപ്പൽ ആടി ഉലയുന്നു. അവർക്ക് ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി എല്ലാം വാരി പലരും ഇവിടുന്ന് നങ്കൂര് ഇത് ചെറുവള്ളങ്ങളൊക്കെ ഇറക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കാരണം പൗലോസ് ഇത് പറഞ്ഞതിന് ശേഷം പ്രതികൂലം ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട്. പക്ഷെ പൗലോസ് അവിടെ ഒന്നും ഭയപ്പെടുന്നില്ല. കാരണം പൗലോസിന് കൃത്യമായൊരു ദൈവിക ആലോചന ലഭിച്ച് കഴിഞ്ഞു. അതും ദൈവത്തിന്റെ ദൂതൻ നേരിട്ട് വന്ന് പറഞ്ഞു. നമ്മൾ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ കാറ്റ് പുറമേ ചുറ്റുപാട് നോക്കി ഇരുട്ട് മാത്രമായിട്ട് ചില ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ ആ ഇരുട്ടിന്റെ അനുഭവത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. ദൈവത്തിന്റെ ദൂതനെ ഇറക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരാള് വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സന്ധ്യ ആയപ്പോൾ ഒരു കല്ലൊക്കെ എടുത്തു വെച്ച് കിടന്നുറങ്ങുന്ന ആ ഉറങ്ങുന്ന സമയത്ത് അവിടെ ഒരു സ്വപ്നം കാണുന്ന, ഒരു ദർശനം കാണുന്നുണ്ട്. എന്താ? സ്വർഗം തുറക്കുന്ന, ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നൊരു ഗോവണി ഇറങ്ങി വരുന്നത്. അതിൽ കൂടെ ദൂതന്മാർ കയറി ഇറങ്ങിച്ച. അപ്പം യാക്കോബിനോട് ചോദിച്ചു, യാക്കോബി നിന്റെ ജീവിതത്തിൽ ഈ സന്ധ്യ ആയത്, ഇരുട്ടായത് നിനക്ക് അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ യാക്കോബ് പറയും എനിക്ക് അനുഗ്രഹമാണ്. കാരണം അന്ന് ഞാൻ കണ്ട ദർശനമാണ് പിന്നീട് എന്നെ പല സമയങ്ങളിലും ഉപകരിച്ചിട്ടുള്ളത്. ചില സമയങ്ങൾ നമ്മൾ കാണുന്ന ചില ദർശനങ്ങൾ, ചില സമയങ്ങൾ നമ്മൾ കാണുന്ന ചില ദൂതന്റെ പ്രസൻസ് ഒക്കെ ജീവിതത്തിൽ ഉടനീളം നമ്മളെ ബലപ്പെടുത്തി ശക്തീകരിച്ച് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് സാധിക്കും. അപ്പൊ ചില സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചില ഇരുട്ടിന്റെ അനുഭവത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഉടനീളം പിന്നീട് ഒരിക്കലും നിരാശരാകാതെ, പിന്നീട് ഒരിക്കലും നമ്മൾ സങ്കടത്തിലാകാതെ മുൻപോട്ട് പോകാൻ തക്കണം ശക്തി നൽകുന്നത്, ബലം നൽകുന്നത് ഈ ദർശനമായിരിക്കും. അപ്പൊ പൗലോസിനെ വിഷമിപ്പിച്ച കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലായിരിക്കണം. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും നമ്മളെ സഹായിക്കുമ്പോഴല്ല നമ്മളെ സന്തോഷിക്കേണ്ടേ. നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുമ്പോഴല്ല നമ്മൾ സന്തോഷിക്കേണ്ടേ. എല്ലാം പ്രതികൂലമാണെങ്കിലും
ഒരു ദൈവത്തിന്റെ ശബ്ദം നമ്മളോട് കൂടെ നിന്ന് നമ്മളെ മുൻപോട്ട് നടത്തിക്കൊണ്ട് പോകുമെങ്കിൽ അതിൽ വേണം നമ്മൾ സന്തോഷം. നമ്മൾ ദാവീദിന്റെ ജീവിതം എടുത്ത് നമ്മൾ കാണാറുണ്ട്. ദാവീദ് കൂരിലിന്റെ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും ഞാനടുത്തും ഭയപ്പെടില്ല പറയാൻ കാരണം ദാവീദ് നമ്മൾ ശമൂവേലിന്റെ പുസ്തകമാണെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാവും ദാവീദ് ഓരോ കഷ്ടത്തിലായപ്പോഴും ദാവീദിനെ മുൻപോട്ട് നടത്തി. ദാവീദ് ചോദിക്കും, ദൈവമേ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകണം, യുദ്ധം ചെയ്യുമ്പോ പോകണോ വേണ്ടയോ, ഇത് ഫോളോ ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായി ദാവീദിന്റെ കൂടെ ഒരു ദൈവശബ്ദം ഉണ്ടായിരുന്നു. ആ ദൈവശബ്ദമാണ് ദാവീദ് എല്ലായിടത്തും നടത്തിയത്. ആ ദൈവശബ്ദം ദാവീദിനെ നടത്തിയത് കൊണ്ട് ദാവീദ് ഒരിടത്ത് പോലും പരാജയമല്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെക്കാട്ടി 100 ഇരട്ടി കഷ്ടതയെ കൂടെ ദാവീദ് പോയത്. നമുക്ക് കിടക്കാനൊരു വീടുണ്ട്, ഭക്ഷണമുണ്ട്, നമുക്ക് ചുറ്റും നമ്മുടെ ആൾക്കാരുണ്ട്. പക്ഷെ ദാവീദ് ഒന്നുമില്ലാതെ ശൗലൊരു നായെപ്പോലിട്ട് ഓടിക്കുമ്പോൾ ഗുഹകളിലും ദുർഗങ്ങളിലും ഒക്കെ അവസാനം ഒരു രാജാവിനെ മുമ്പ് ചെന്ന് ഭ്രാന്തനായിട്ട് വരെ അഭിനയിക്കേണ്ടി വന്നു. കഴിക്കാനൊരു കഷ്ണം അപ്പം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കൂടെ ഒക്കെ ദാവീദ് കടന്നുപോയത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ കാട്ടിലൊക്കെ ഭയങ്കര എല്ലാം അനുകൂലമാണെന്ന് വിചാരിക്കില്ല. അവിടെയൊക്കെ മൃഗങ്ങളുണ്ട്, കിടക്കാൻ ഇടമില്ല, തണുപ്പുണ്ട്, ആ ചൂടെടുത്തൊക്കെ അവസ്ഥയെ കൂടെ ഒക്കെ പോകുമ്പോഴും ദാവീദിനെ നടത്തി. എന്താണ് ദാവീദ് നിനക്ക് ഇത്ര ധൈര്യത്തോടെ നീ നടന്നത്, നീ എങ്ങനെയാ ജയത്തിലേക്ക് വന്ന ദാവീദ്? എന്നെ നടത്തിയ ഒരു ദൈവശബ്ദം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ദൈവശബ്ദമാണ് ദാവീദിനെ നടത്തിയത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. മരുഭൂമി കൂടെ നടന്ന 40 വർഷവും അവരെ നടത്തിയ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അവര് പിറുപിറുപ്പാണ്, അനുസരണക്കേടാണ്, തമ്മിൽ ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ സാന്നിധ്യം മാറിയത്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി അവരെ നടത്തിയ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരുടെ കൂടെ തന്നെ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, ഇതൊന്നും ആയിരിക്കില്ല നമ്മളെ തളർത്തിക്കൊണ്ട്, നമ്മുടെ അവസ്ഥ ഓർത്തായിരിക്കില്ല നമ്മൾ കരയേണ്ടുന്നത്. അയ്യോ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, എനിക്ക് ജോലിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞെല്ലാം നമ്മൾ കരയേണ്ടത്. നമ്മൾ എവിടെയാ കരയേണ്ടത്, നമ്മൾ എവിടെയാ സങ്കടപ്പെടേണ്ടത് വെച്ചാൽ നമ്മളെ നടത്താൻ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അടുത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മൾ സങ്കടപ്പെടണം. ദാവീദ് പൗലോസ് പറഞ്ഞ ആശയൊക്കെ പോയവരെ പോലായി. ഹല്ലേലൂയ. ആ ദൈവശബ്ദം ഞാൻ എപ്പോഴും പറയും, മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കാനിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ നേരിട്ട് കേൾക്കണം. ദൈവം നമ്മളോട് സംസാരിക്കുക, അതൊരിക്കലും തെറ്റിപ്പോകത്തില്ല. ഹല്ലേലൂയ. കാരണം ദൈവമോ ദൈവത്തിന്റെ ദൂതനോ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അത് തെറ്റായിരിക്കത്തില്ല, അതെപ്പോഴും വ്യക്തമായിരിക്കും. സത്യമായിരിക്കും. ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിൽ നമ്മുടെ വേദപുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വായിച്ചാലും പത്മോസിന്റെ ഏകാന്തയിൽ കിടന്ന് യോഹന്നാൻ കർത്തൃ ദിവസത്തെ ആത്മവിവശനായി മുട്ടും മടക്കി നമ്മൾ എഴുതും. പക്ഷെ പത്മോസിന്റെ അനുഭവത്തെ കുറിച്ച് ഒരിക്കലും ദൈവം ഇതിനെ വിഷ്വലൈസ് ചെയ്ത് തന്നപ്പോൾ നമുക്ക് എത്ര ഭീകരമായ അന്തരീക്ഷത്തിലാണ് യോഹന്നാൻ ആയിരുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷേ അവിടെയും യോഹന്നാന്റെ കേൾപ്പിച്ചൊരു ശബ്ദം, പിൻപിൽ നിന്ന് കേട്ടൊരു ശബ്ദം യോഹന്നാനെ മാറ്റി. ഹല്ലേലൂയ. അല്ലേ? അവിടെ യോഹന്നാന് സത്യം പറഞ്ഞ പ്രതീക്ഷ ഒന്നുമില്ല. യോഹന്നാൻ കണ്ണു തുറന്നാലും കാണുന്നത് മൊത്തം അവിടുത്തെ പ്രതികൂലമായ ഇരുട്ടും കഴുകനെയും പാമ്പിനെയും ആർത്തലയ്ക്കുന്ന തിരമാലകളുടെ ശബ്ദവും ഒക്കെയാണ് യോഹന്നാൻ ചുറ്റുമുണ്ടായിരുന്നെങ്കിൽ യോഹന്നാൻ ചിലപ്പോൾ കണ്ണട, നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക നമ്മൾ ചില ഭയപ്പെടുന്ന അന്തരീക്ഷത്തിലൊക്കെ ചെന്ന് ഞാൻ എന്തിനാ കണ്ണിറുക്കിയടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാല് കണ്ണു തുറന്നാലല്ലേ കാണത്തുള്ളൂ. ഞാനതുപോലെ നമ്മൾ പണ്ട് ടി വി ഒക്കെ കാണുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അതിൽ ഭീകരമായ രംഗങ്ങളോ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കയറും ഞാൻ എന്താ വെച്ചാൽ കണ്ണടച്ച് പിടിക്കും. ഹല്ലേലൂയ. ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്ന എന്ത് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ, കാണണ്ടെന്ന് വിചാരിച്ച് കണ്ണടച്ചിരുന്ന. അതുപോലെ ചിലപ്പോൾ യോഹന്നാൻ അവിടെ കണ്ണടച്ച് ഹല്ലേലൂയ തന്നെയായിരിക്കും കണ്ണ് തുറന്നാൽ ഹല്ലേലൂയ ചുറ്റുപാടുമുള്ളതൊക്കെ കാണുമ്പോൾ ഹല്ലേലൂയ ഭയപ്പെടും. പക്ഷെ അവിടെയും ഹല്ലേലൂയ നമുക്ക് കാണാൻ പറ്റി ഇറങ്ങി വരുന്ന ദൈവശബ്ദം. ഹല്ലേലൂയ. ഒരു ദൈവശബ്ദം നമ്മൾ ഏത് സാഹചര്യത്തിരുന്നാലും, എത്ര വലിയ പ്രതികൂലത്തിരുന്നാലും, ഹല്ലേലൂയ, എത്രയൊക്കെ വിഷമത്തിലിരുന്നാലും ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ, യഥാർത്ഥ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഹല്ലേലൂയ, ദൈവ പൈതലാണെങ്കിൽ അവൻ അതോടുകൂടി ബലപ്പെടും. അവന്റെ സാഹചര്യം ഒന്നും മാറണ്ട.
ഹാലേലിയ ഒന്നും അനുകൂലം. ഇവിടെ നമ്മൾ കാണുന്ന പൗലോസിന് ഒരു ദൈവ ശബ്ദം, ദൂതൻ വന്ന് ശബ്ദം പറഞ്ഞപ്പം പൗലോസ് ഭയങ്കര അതുവരെ നിരാശ പറഞ്ഞിരുന്ന ആശ പോയി. ഇപ്പൊ നമ്മുടെ പ്രാണന് ഹാനി വരുമെന്ന് പൗലോസ് നേരെ തിരിയാണ്. പിന്നെ സകലരെ ഉറപ്പിക്കുന്ന പൗലോസ് നമ്മൾ കാണുന്നുണ്ട്. ഹാലേലിയ. സാറാമ്മ സിസ്റ്റർ, നമ്മളെയൊക്കെ ആരെങ്കിലും വിളിക്കുമ്പം അല്ല നമ്മുടെ സാഹചര്യം എത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ളതാണെങ്കിൽ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവര് ബലപ്പെടണം. നമ്മൾ അനേകരെ ബലപ്പെടുത്താനും ശക്തീകരിക്കാനും ദൈവം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ല സേഫ് സോണിൽ ഇരുത്തിയിട്ടല്ല ദൈവം ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ തീച്ചുള്ളയുടെ അനുഭവത്തിൽ കിടന്നിട്ടായിരിക്കും നെരിപ്പോട് പോലെ എരിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നതെങ്കിലും നമ്മളെ വിളിക്കുന്ന ഒരു ഹാലേലിയ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് സമാധാനം ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു. അവർക്ക് ദൈവത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് വലിയ പ്രത്യാശ ലഭിക്കുന്നെങ്കിൽ അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ അങ്ങനെ ഉപയോഗിക്കുന്ന എന്താ വെച്ചാൽ ദൈവ ശബ്ദം കേട്ട് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. ഇവിടെ പൗലോസും ഇത് തന്നെയാണ്. 276 പേരോ എത്ര പേരോ അവർ കൂടെ ഉള്ളത്? 276 പേര്. അത് തന്നെ 276 ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഇത്രയും അവരെല്ലാം ശക്തീകരിക്കുന്ന പൗലോസ് നോക്കിയാൽ പൗലോസ് അതേ അവസ്ഥയിൽ തന്നെയാണ്. പൗലോസ് ഇച്ചിരിയുടെ സേഫ് സോണിൽ നിന്നിട്ടല്ല, എല്ലാവരെയും കപ്പലൊക്കെ ആടി ഉലങ്ങി തകർന്നു പോകുമെന്ന സൂര്യനെ നക്ഷത്രങ്ങളെ ഒന്നും കാണാതെ ഇരുട്ടി തപ്പിത്തടയുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴും പൗലോസ് കൂടെയുള്ള ഈ മനുഷ്യരെ എല്ലാം 276 പേരെ കൂടി പൗലോസ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ പൗലോസിന് ഇവർക്ക് ആർക്കുമില്ലാത്ത ഒരു വ്യത്യസ്തതയുണ്ട്. കാരണം പൗലോസ് ദൈവശബ്ദം കേട്ടു. പൗലോസിനോട് ദൈവത്തിന്റെ ദൂതനെ അയച്ച് ദൈവം പറയിപ്പിച്ചു, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരുത്തില്ല. ഹല്ലേലൂയ. അതായിരുന്നു കാര്യം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. എത്രയൊക്കെ പ്രയാസത്തിൽ കൂടെ പോയാൽ, എത്രയൊക്കെ പ്രതിസന്ധി കൂടെ പോയാൽ എന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്, എന്റെ മേലൊരു ദൈവശബ്ദമുണ്ട്, എന്നോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതെല്ലാം അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. പ്രതീക്ഷിച്ചോട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എത്ര ഇരുട്ടിന്റെ അവസ്ഥയിൽ കൂടെ പോയാലും, എത്ര കൂരുകളുടെ താഴ്വരയിലാണ് ഞാൻ നടക്കുന്നതെങ്കിലും എനിക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല. കാരണം എന്നെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും. എത്ര മരുഭൂമിയുടെ യാത്രയെ കൂടെ പോയാലും ഒരു പാറയിൽ കൊണ്ട് ഇരുത്തുമെന്ന് ദൈവം കാണിച്ചിട്ടു. ഒരു ദർശനത്തിന്റെ പിന്നാലെ പോകുന്ന വ്യക്തി ഞാൻ. കാരണം എത്രയൊക്കെ താഴ്വരയിൽ കൂടെ കല്ലിൽ കൂടെ മുള്ളിൽ കൂടെ എത്രയൊക്കെ കൈ ശരീരമൊക്കെ കാലുകളൊക്കെ മുറിഞ്ഞ് രക്തം ഒഴുകുന്ന രീതിയിലൊക്കെ പോയാലും അതുപോലെ അവസ്ഥയെ കൂടെ നമ്മൾ പോകുമ്പോൾ പക്ഷെ ദൈവം കൊണ്ട് ഇരുത്തുന്ന ഒരു പാറമേൽ കൊണ്ട് ഇരുത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം അവിടെ ഇരുത്തുക തന്നെ ചെയ്യും. ആ യാത്ര വേദനയാണ്. ആ യാത്ര ദീർഘ ദൂരമാണെന്നും ദൈവം പറഞ്ഞെങ്കിൽ അവിടെ കൊണ്ട് ഇരുത്തുമെന്ന് ഉറപ്പ് നമുക്കുണ്ട്. പലപ്പോഴും ദൈവ ശബ്ദം കേൾക്കാതിരിക്കുമ്പോഴും മുൻപോട്ട് എങ്ങനെ പോകും, അടുത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് കൺഫ്യൂസ് ആയി നിൽക്കുമ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ആ കണ്ട ദർശനം. ദൈവം തന്ന ഒരു ദർശനമുണ്ട്. ദൈവം സംസാരിച്ച ചില വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ചില ദൈവ പ്രവർത്തികൾ ഉണ്ടെന്ന് ദൈവം നേരിട്ട് നമ്മളോട് പറഞ്ഞ ഈ വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തും. കാരണം ഇപ്പൊ പൗലോസ് പറഞ്ഞ പോലെ ഇപ്പം പ്രതികൂലം കുറച്ചു കൂടിയാലും ഞാനിനി പേടിക്കത്തൊന്നുമില്ല. കാരണം നിങ്ങളും പേടിക്കേണ്ട കാരണം ദൈവം നമ്മളോട് പറയാം. അതുപോലെ തന്നെ സംഭവിക്കും. നമ്മൾ കാണുന്നില്ലേ, പിന്നീട് ഇങ്ങോട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്തല്ലോ അവർക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്. ഈ ദൈവശബ്ദം വന്ന ശേഷം ദൈവം ഇറങ്ങി ഒരു മിറക്കിൾ ഇവർക്ക് വേണ്ടി ചെയ്തില്ല. അവര് സകലതും പ്രകൃതിയുടെ അല്ലെങ്കിൽ ശത്രുവിന്റെ പ്രവൃത്തികൾ തന്നെ കപ്പൽ തകർന്ന് സകലരും വെള്ളത്തിലേക്ക് വീണ്. എന്നിട്ടും ഒരു മനുഷ്യന്റെ പ്രാണന് പോലും ഹാനി വരാതെ ദൈവം അവരെ കരക്കെടുത്തു. അത് കരക്കടുപ്പിച്ചത് അവര് തന്നെ. നമ്മൾ കാണും, നിങ്ങൾ കിട്ടുന്നതിലൊക്കെ നീന്തി കേറിക്കോ. കാരണം ആ പ്രതികൂലത്തെ ജയിക്കാൻ ദൈവം അവർക്ക് ബലം നൽകിയെന്നല്ലാതെ ദൈവം അവരെ പിടിച്ച് കരയ്ക്ക് കൊണ്ട് എത്തിക്കൊന്നും ചെയ്തു. നമ്മൾ ചില പ്രതികൂലത്തിൽ കൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ബലം നൽകും.
എന്തിനാണെന്നറിയാവോ? പ്രതികൂലത്തെ ജയിച്ച് കയറുവാനുള്ള ബലം. ഹാലേ, ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്, ഹാലേ, ആമേൻ, പ്രതികൂലം നമ്മുടെ ജീവിതത്തിലേക്ക്, ആ പ്രതികൂലം മാറണമേ, പ്രതികൂലം മാറണമേ, ഈ കഷ്ടത മാറണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഹാലേ, കാരണം ഈ കഷ്ടത, ഈ പ്രതികൂലത്തെ നമ്മൾ ജയിച്ച് കയറാനുള്ള ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരണമേ, ആ ശക്തി നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹാല, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഏത് പ്രതികൂലത്തെയും നമ്മൾ ചാടിക്കിടക്കും. അതുകൊണ്ട് ഹാലേ, ആമേൻ. ദാവീദ് പറഞ്ഞു, ഹാലേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ പാനിയിൽ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഹാലേ, അപ്പൊ ചില ചാടിക്കടക്കലുകൾ, ഹാലയിലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഹാലയില ആ സഭയിൽ ആമേൻ ഞായറാഴ്ച ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിങ്ങനെ, ഹാലയില ആമേ ദാവീദ് ഹാലയില ആമേ ഹാലയില ആ ഭാഗമല്ല ശുശ്രൂഷിച്ചെങ്കിൽ ആ ഭാഗം ഇങ്ങനെ ദൂത് പറയാനായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ദാവീദ് ഹാലയില 5 കല്ലെടുത്ത് ഹാലയില ആമേ ഹാലയ, അതിന് ഒരു കല്ലെടുത്ത് ഹാല, ദാവീദ് ഒരു ഏറെറിഞ്ഞ് ഹാല ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ചു. ഹാല, നമ്മൾ കാണുന്നു, വേദപുസ്തകം പരിശോധിച്ച് കാണും, ആമേ നെറ്റിയിൽ പതിച്ച ഗോലിയാത്ത് പിറകിലേക്കല്ല, ഹാലയില പിറകിൽ നിന്ന് അടിച്ച് മുമ്പിലേക്കാണ് വീഴുന്നത്. ഹാലിലെ, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വീഴുന്ന ചെറിയൊരു കല്ലൊന്ന് പുറപ്പെട്ടാൽ മതി, ബാക്കി ദൈവം ചെയ്യും. ആമേൻ. ഹാലേലുയ. ആ കല്ലെടുത്തൊന്ന് വീശാൻ നിന്നെ ആവശ്യമുണ്ട് ദൈവത്തിന്. ഹാലേല, ചെങ്കടൽ പിളരാനായിട്ട് കര ഉയർത്താൻ ഒരു മോശ ദൈവത്തിന് ആവശ്യമുണ്ട്. പക്ഷെ പിളർത്തുന്നത് മോശയുടെ കരമല്ല, ഹാലേല, ദൈവത്തിന്റെ ഭുജമാണ്. ഹാലേലൂയ. അപ്പൊ ആ അതിന് പൊക്കാൻ, അപ്പൊ നമ്മൾ അതുപോലെ ദൈവ ശബ്ദത്തിനായിട്ട്, അല്ല ദൈവത്തിന് വേണ്ടി, ഹാല, ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട്, ഹാലേല ആമേ, നമ്മൾ ഒന്ന് തയ്യാറായാൽ ബാക്കി ദൈവം ചെയ്യും. ഹാലേ, ഇവിടെ പൗലോസ് എഴുന്നേറ്റ് മറ്റുള്ളവരെ ബലപ്പെടുത്തി. ഹാലേലൂയ. ആമേ, അവരുടെ മേൽ ഹാല എന്താ വന്നു വെച്ചാൽ ആ പ്രതികൂലത്തെ നീന്തി കയറാനുള്ള ബലം അവരുടെ മേൽ വന്നു. ഹാല, ദൈവം അവരെ നീന്തിച്ചില്ല, ദൈവം അവരെ പിടിച്ച് കരക്കെത്തിച്ചില്ല, ഒന്നും ചെയ്ത. അതുപോലെ ചില ദൈവ ശബ്ദങ്ങൾ, ഹാലില്ല, നമ്മൾ എത്ര വലിയ പ്രതികൂലത്തിൽ കൂടെ പോയാലും, ഹാല, എത്രയൊക്കെ പ്രതിസന്ധി കൂടെ പോയാലും അതിനെ നീന്തി കയറാനായിട്ട്, ഹാല, അതിനെ ജയിച്ച് കയറാനായിട്ട്, ഹാലില്ല, ദൈവം നമുക്ക് ബലം നൽകുന്നത്. അതുകൊണ്ട് ആമേൻ, ദൈവ ശബ്ദമാണ് ഒരു ദൈവ പൈതലിന്റെ ജീവവായു. ഹാലയില് നമ്മൾ എപ്പോഴും പറയും, പ്രാർത്ഥനയാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ആമേ ജൽപ്പനം ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്ന പോലെ പോവുകയല്ല, ഇങ്ങോട്ടും നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ബലപ്പെടുന്നത്. ഹാല, ഇത് ദിവസങ്ങളിൽ നിങ്ങളൊക്കെ ഹാല എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ നിരാശരായിരിക്കുന്നെങ്കിൽ, ഹാലേലിയ, ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഹാലേലിയ, നിങ്ങൾ ഹാല ദൈവ ശബ്ദത്തിനായിട്ട് കാത്തിരിക്കണം. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ഹാലേലൂയ, ആമേ, ഒരു വാക്ക് ദൈവമേ നീ എന്നോടൊന്ന് പറയണം. ഹാലേലിയ, ഈ ഒരു വാക്ക് എന്റെ നേരെ, ഹാല, എനിക്കൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഹാലേലിയ, അത് കേൾക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. അത് കേൾക്കണം. നമ്മുടെ ദൈവം കൺഫ്യൂഷന്റെ ദൈവമല്ല. നമ്മുടെ ദൈവം കൃത്യമായും വ്യക്തമായും സംസാരിക്കുന്ന ദൈവ. മറ്റൊരു വ്യക്തിയിൽ നിന്ന് കേൾക്കുന്നതിനെ കാട്ടി കൂടുതൽ, ഹാലെ, നമ്മൾ ഓരോരുത്തരും, ദൈവമേ നീ എന്നോട് നേരിട്ടൊന്ന് സംസാരിക്കണമേ, ഹാലെ, എനിക്ക് വേണ്ടി ഒരു വചനമെങ്കിലും തരണം, ഹാലെ, നീ എന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ആ ആഗ്രഹത്തോടെ നമ്മൾ ദൈവസന്നിധി ഇരുന്ന് ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന പ്രതികൂലം എത്ര വലുതാണെങ്കിലും ഞാൻ പറയും, ആ പ്രതികൂലം ഒന്നും നിങ്ങളുടെ മുമ്പിൽ വിഷയമേ അല്ലാതായി മാറും. കാരണം എനിക്കൊരു ദൈവശബ്ദം കേട്ടു. ഹാലെ, ദൈവം എനിക്കൊരു ദർശനം തന്ന്, ദൈവം എനിക്കൊരു വെളിപ്പാട് തന്ന്, ഹാല, ദൈവം എന്നെ, ഹാലേലിയ, ആമേ, ഈ കാണിച്ച് തന്നെ സംഭവിക്കുന്ന വിശ്വസിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയും, യാക്കോബിന്റെ ആ ദർശനം യാക്കോബ് ഒരിക്കലും മറന്നില്ല. ഹാലേലൂയ. യാക്കോബ്, ഹാലേലിയ, ആമേ, സകലയിടത്തും പരാജയനായി നിൽക്കുമ്പോഴൊക്കെ, ഹാലേലിയ, അന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ശബ്ദം, അന്ന് ദൈവമായി ചെയ്ത ഉടമ്പടി യാക്കോബിനെ ബലപ്പെടുത്തിയിട്ടുണ്ടാകും. ഹാല, ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഹാല, ഇതുപോലെ ഒരു ഇൻസിഡന്റുകൾ ഉണ്ട്. അതുപോലെ ദൈവ ശബ്ദത്തെ ഓർക്കുക, ദൈവം നമുക്ക് അത് ദർശനങ്ങൾ ഓർക്കുക, വെളിപ്പാടുകൾ ഓർക്കുക. വീണ്ടും നമ്മളൊരു കൺഫ്യൂഷനിൽ എത്തി നിൽക്കുകയാണെങ്കിൽ ദൈവശബ്ദത്തിനായി കാത്തിരിക്കുക. ദൈവശബ്ദം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ആശയൊക്കെ പോയി പോകും ചില സമയങ്ങളിലൊക്കെ. ഹാലേ, ദൈവശബ്ദം വന്നാൽ, ഹാലേല, നമ്മളുടെ ഹാലേല എല്ലാ നിരാശയും മാറും. ഹാല, നമ്മളൊക്കെ ബലപ്പെടും. ഹാലേല, ആമേ, ദൈവത്തിന് വേണ്ടി മുൻപോട്ട് പോകാൻ നമ്മുടെ ജീവിതത്തിൽ, ആമേ, ഭയമില്ലാതെ, ഹാലേല, മുന്നോട്ട് ഓടുവാൻ തക്കാണ് ദൈവം ബലം നൽകി വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.